ഇന്നാൾ നിർമ്മല സീതാരാമൻ ഡൽഹി ഇരുന്നൊരു വെട്ടി പിട്ടാപ്പള്ളി ഇരിക്കുന്ന സ്വർണത്തിന് മാറ്റമില്ല, ത്രാസിന് മാറ്റമില്ല, തട്ടിക്കും മാറ്റമില്ല. അന്ത്യകാലം വെള്ളത്തിന് വേണ്ടി അടിവരുന്നൊരു കാലം. ശരീരത്തിനകത്ത് തൊലിക്കകത്ത് നിങ്ങളുടെ സ്കിന്നിനകത്ത് കുമിള വരും. കുമിള വന്നിട്ട് ചൂട് കൊണ്ട് ആ കുമിള അങ്ങ് പൊട്ടു, അതിവേദന വരും. അതാ ബൈബിൾ. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. വായിക്കാം. വെളിപാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. 3-ാം മുദ്ര കുഞ്ഞു വായിച്ചാണ്ട് അടുത്ത വാക്കു. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. 1 വെള്ള കുതിര ഇസ്രായേലിന്റെ സമാധാനം, 2 മനുഷ്യൻ അന്യോന്യം കൊല്ലുന്ന ചുവന്ന കുതിര, 3 ലോകത്തിലെ GST. വായിക്കാം. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്റെ മേലിരിക്കുന്നവന്റെ കയ്യിൽ അതിന്റെ മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഇത് തുലാസ ലോകത്തിന്റെ വിപണി. മോൾ അവിടെ നിന്നാട്ട്. അതിൻ്റെ പേരാ ഇന്ത്യയിൽ GST. ഓരോ ദിവസവും സാധനങ്ങളുടെ വില മാറിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ വെളിരാജ്യങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വെളിനാട്ടിലിരിക്കുന്നെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ്. അതാണ്ട് ഈ പരശുമൊക്കെ എത്തുന്നതിന് മുമ്പ് കൊറ്റാമം കഴിഞ്ഞ് വരുമ്പോൾ മാരുതിയുടെ ഒരു ഷോറൂമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കര വിലയായിരുന്നു. 10 ലക്ഷം, 11 ലക്ഷം, 9 ലക്ഷം. ഇന്നാൾ നിർമ്മല സീതാരാമൻ ഡൽഹി ഇരുന്നൊരു വെട്ടി 18% 28, 18, 5. ഉടനെ അവിടെ ബോർഡ് വെച്ചു, കാറിന് 1.5 ലക്ഷം രൂപ കുറവ്. കര ഉയരുന്നില്ലല്ലോ, ആരും കണ്ടില്ലയോ? ഷോറൂമിൽ കാർ അവിടെ കിടപ്പുണ്ട്. കാറ് നേരത്തെ വന്നതാണ്. കാറിനൊരു മാറ്റവും ഇല്ല. കുഞ്ഞുങ്ങൾ തുടച്ച് വൃത്തിയാക്കി ഇട്ടതാ. നിർമ്മല സീതാരാമൻ പറയുന്നതിൻ്റെ തലേന്ന് 11, പിറ്റേന്ന് 10, 1.5 കുറഞ്ഞു. സന്തോഷമില്ലല്ലോ? ഇതിൻ്റെ പേരാ കീ കൂക്കു GST. ഇതാ കിടക്കുന്നു. സ്വോത്രം ഒറ്റയടിക്ക്. ഇപ്പം മേടിച്ചാൽ പാകി അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ വീണ്ടും 1.5 കൂട്ടും. കമ്പ്യൂട്ടർ അങ്ങ് തിരിക്കും. മനസ്സിലാകുന്നവർക്കായി ഇതാണ് സംഭവം. ഇതിൻ്റെ പേരാ 1 വൈമൺ സ്കെയിൽ. ലോകം ഒരുവൻ്റെ കയ്യിൽ. ഇൻ്റർനെറ്റ് വഴി വില നിശ്ചയിക്ക്. ഒരു ദിവസം 1.5 കുറയും, ഒരു ദിവസം 1.5 കൂടും. അതുകൊണ്ടല്ലയോ സ്വർണത്തിൻ്റെ വില ഇന്ന് 1200 കുറയുന്നു, നാളെ 2500. സന്തോഷമില്ലല്ലോ? പിട്ടാപ്പള്ളി ഇരിക്കുന്ന സ്വർണത്തിന് മാറ്റമില്ല, ത്രാസിന് മാറ്റമില്ല, തട്ടിക്കും മാറ്റമില്ല. കമ്പ്യൂട്ടർ. ഇതാ ലോകം ഒരുവൻ്റെ കയ്യിൽ. 1 വൈമൺ സ്കെയിൽ. ഭയങ്കര പ്രശ്നമാണ്. സമയം പോവും. അതുകൊണ്ട് അവിടെ നിർത്തുന്നു. ഇവിടെ ഇന്ത്യയിൽ GST, അടുത്തത് വാറ്റ്. കാറിൻ്റെ വില മാറിയില്ല, സ്വർണത്തിൻ്റെ വില മാറിയില്ല. ട്രേക്കകത്ത് 2 ഒരുപോലെ, കാർ ഷോറൂമിൽ ഒരുപോലെ. കമ്പ്യൂട്ടർ വില മാറ്റി. സ്വോത്രം. 1 വൈമൺ സ്കെയിൽ. അടുത്ത വാക്ക് വായിച്ചിട്ട് മക്കളെ. ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. അതാ ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു. അടുത്ത വാക്ക്. ഒരു പണത്തിന് ഒരിടങ്ങി ഗോതമ്പ്. എല്ലാ റേഷൻ താ വരുന്നു. ഒരു പണത്തിന് ഒരിടങ്ങടി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങി യവം. അടുത്തത്. എന്നാൽ എണ്ണയ്ക്ക് വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. എണ്ണയും വീഞ്ഞും കേട് വരാതൊരു കാലം ഉണ്ടായിരുന്നു. അതാ കോവിഡ്. നമ്മുടെ കോവിഡ് കാലത്ത് നിങ്ങൾക്കറിയാം, പരശുവയ്ക്കൽ ഇരുന്നപ്പോൾ ഇവിടെ കടകളെല്ലാം അടച്ചതാ. എന്നാൽ ശോഭന സിസ്റ്റർ വാട്സപ്പ് അടിച്ചപ്പോൾ മരുന്ന് വീട്ടുമുറ്റത്ത് വന്നു. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതിൻ്റെ പേരാ വീഞ്ഞ്. എന്നിട്ട് ഇടയ്ക്ക് ഇച്ചിരി ലോക്ക്ഡൗൺ മാറിയപ്പോൾ നമ്മൾ പരശുവയ്ക്കൽ പെട്രോൾ പമ്പിൽ ചെന്ന് 24 അവേഴ്സും കിട്ടിയ എണ്ണ. ഇതാ പ്രവചന. കർത്താവിൻ്റെ വരവിൽ ബാക്കിയെല്ലാം അടച്ചാലും ഇതൊന്നും അടയ്ക്കത്തില്ല. എണ്ണയും വീഞ്ഞ്. അതാണ്ട് റേഷൻ മസ്റ്ററിങ്. ആ കുഞ്ഞ് വായിച്ചത്. ഒരു പണത്തിന് ഒരിടങ്ങടി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങടി അവൻ. കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വോത്രം. ഇടയ്ക്ക് ഞാൻ കോട്ടയത്ത് ന്യൂ ഇന്ത്യയുടെ ചർച്ചക്കൂട്ടിൻ്റെ കൺവെൻഷൻ പ്രസംഗിച്ചപ്പെടാം. ഒരു പയ്യ അവിടെ നിന്ന് വായിക്കുക, ഒരു പണയത്തിന് ഒരിടങ്ങടി ഗോതമ്പ്, ഒരു പണയത്തിന് ഒരിടങ്ങടി. അപ്പോൾ സ്വോത്രം. ഞാൻ പാസ്റ്ററോട് ഇടവേള ചോദിച്ച്, ഇവൻ വായിച്ചതെല്ലാം തെറ്റാ. അപ്പോൾ പറഞ്ഞു, പാസ്റ്റർ മിണ്ടരുത്, അവൻ കോശമറ്റത്തിൽ പണയം എടുക്കുന്നവനാണ്. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഈ കുഞ്ഞൊക്കെ എത്ര അരുമயான വായന വായിക്കുന്നു. സ്വോത്രം. ഒരു പണത്തിന് ഒരിടങ്ങടി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങടി. അതാ അമ്മാമ്മ. ഒരു തലയ്ക്ക് 2 കിലോ റേഷൻ മസ്റ്റർ ഇറങ്ങി. കണ്ടില്ലേ എത്ര സർക്കാർ ജീവനക്കാരാ കള്ളക്കാരുടെ കൊണ്ട് തിരിച്ചു കൊടുത്തു. സ്വോത്രം. സർക്കാരിൻ്റെ മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് അജിപ്പാസ്റ്റർ തന്നെ പിടിക്കാം. പണ്ട് നമ്മുടെ ഇവിടെ കൺവെൻഷൻ കുഞ്ഞുങ്ങളുടെ BBS എല്ലാ യോഗം കൂടെ ചേർത്ത് ബ്ലാത്താങ്കര ചെന്ന് സോമൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് 50 കിലോ പച്ചരി വേണം. അപ്പോൾ സോമൻ ചേട്ടൻ പറഞ്ഞു, പാസ്റ്റർ ഇപ്പോൾ പോയാട്ട് 7:30 കട അടയ്ക്കുമ്പോൾ മാരുതിയുടെ ഡിക്കി തുറന്നാൽ മതി, ഞാൻ റെഡിയാക്കി തരാം. മനസ്സിലാകുന്നവർക്കായി. 7:30 അജിപ്പാസ്റ്റർ അവിടെ ചെന്ന് മാരുതിയുടെ ഡിക്കി തുറന്ന് ഗൾഫിൽ നിന്ന് പെട്ടി വരുന്ന ഒറ്റ പോക്ക്. സ്വോത്രം. ഇന്നങ്ങാണ് ബ്ലാത്താങ്കര സോമൻ ചേട്ടൻ്റെ അടുത്ത് 50 കിലോ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, പാസ്റ്ററെ ഉപദ്രവിക്കല്ലേ, കീ കൂക്കു. മനസ്സിലാകുന്നവർക്കായി. വേൾഡ് ഓണെ ഫിംഗർ ടിപ്പ്. കുഞ്ഞമ്മാമേ
ബിസ്ക്കറ്റിനും കൈവച്ചാൽ കിട്ടും, ബിരിയാണിക്കും കിട്ടും. സന്തോഷമില്ലല്ലോ സ്വോത്രം. ബാക്കി മറ്റൊരിക്കലും അതിൻ്റെ ടെക്നോളജി, ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. കൈവച്ചാൽ ബിസ്ക്കറ്റ് കൈത്തുമ്പിൽ, ബിരിയാണി കൈത്തുമ്പിൽ. സന്തോഷമില്ലല്ലോ സ്വോത്രം. അതല്ലയോ വീട്ടുപാതൊക്കെ കൂടെ ഒരുക്കം നടത്തുന്നു. ഒരുത്തൻ ആമസോൺ, മറ്റവൻ ഫ്ലിപ്കാർട്ട്, വേറൊരുത്തൻ 4 അവന്മാർ പാട്ടയായിട്ട് നടക്കുക സ്വോത്രം. തിന്നാനുണ്ട്, ബിസ്ക്കറ്റുണ്ട്, ബിരിയാണിയുണ്ട്, മൊബൈലുണ്ട്, എല്ലാം ബാഗിനകത്ത് സ്വോത്രം. ഇതിൻ്റെ പേരാ ലോകം വിരൽ തുമ്പിൽ. ഇതാ കിടക്കുന്ന സ്വോത്രം. ഉണ്ടല്ലോ ചേച്ചിമാരെല്ലാം പോയല്ലോ, രാവിലെ നോക്കുക. ഇപ്പോൾ സിസ്റ്റർമാരോട് ചോദിക്കുക, ഞങ്ങൾ ഓൺലൈൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നാളെ പാടുന്ന ഒരു പെങ്കച്ച് പറയാം, ജോഡി ചെരുപ്പിന് കുറവുണ്ട്, ഇപ്പോൾ ഓൺലൈനിൽ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വോത്രം. ഉണ്ടൊക്കെ മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഓഫർ ഇതെല്ലാം അന്ത്യകാലം വരും. ദാണ്ട് 1 പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് ഒരിടങ്ങഴി യവം. എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. ഇതിവിടെ കേൾക്കുമ്പോൾ ഇന്ന് രാത്രി ഇവിടെ നിൽക്കണോ, പ്രിയൻ്റെ വരവിൽ പോകണോ നമുക്ക് ആലോചിക്കാം, വൈകാം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ അതാ നിർമ്മലാ സീതാരാമൻ്റെ GST ഇവിടെ വരശുവൊക്കെ കിടക്കുന്ന വാഹന ഷോറൂം എവിടെ കിടപ്പുണ്ട്, ചെറുപ്പക്കാർ തുടച്ചിടുന്നു. തലേ മാസം 11.5 GST പോയപ്പോൾ 10, 1.5 എവിടെ പോയി? കമ്പ്യൂട്ടർ വില നിശ്ചയിക്കും. 1 by 1 സ്കെയിൽ. വായിക്കാം. എസെക്കിയേൽ 4:10-11. ഇവിടെ കൈവിടപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും? വളരെ വേഗത്തിൽ മോൾ വയസ്സയച്ചിട്ട് കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ വായിക്കാം. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കെൽ തൂക്കമായിരിക്കണം. അതായത് ബ്രെഡിന്റെ കവർ 450, കുഞ്ഞു കവർ 250, എല്ലാം എഴുതിയിട്ടുണ്ട്. ആട്യമാവ് 500, 250 എല്ലാം കടയുടെ മുമ്പിൽ നിരത്തിയിട്ടുണ്ട്. ഇതെല്ലാം കവർ തൂക്കം. അടുത്തത് നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ലോക്ക്ഡൌണിൽ വീട്ടിൽ ഇരുന്നത് പോലെ ഇറാനിയും കിട്ടത്തില്ല, കുഴിമന്തിയും കിട്ടത്തില്ല, അൽപകാമും കിട്ടത്തില്ല, ഒരു മണ്ണാങ്കട്ടയും കിട്ടത്തില്ല. സ്വോത്രം. ഇന്ന് രാത്രി എല്ലാം ലോക്ക്ഡൌൺ ആയി പോകും. അടുത്ത വാക്ക് വായിക്കാം. വെള്ളവും രക്തമഴ പെയ്താൽ വെള്ളം അവിടെ കിട്ടും. സ്വോത്രം. ഇന്ന് രാത്രി ഇതാ എൻ്റെ പ്രസംഗം. അത് കണ്ടിട്ടാ ഇന്ന് കുപ്പിവെള്ളം ആദ്യം കേരളത്തിലെ ജയിലാ തുടങ്ങിയത്. ഇന്ന് റേഷൻ കടയിൽ കുപ്പിവെള്ളം കരമുയർത്തുന്നവർക്കായി നെടുമങ്ങാട്ടുകാരൻ GR അനിൽ സാർ പറഞ്ഞു, 10 രൂപയുടെ അക്വാഗില്ലി വെള്ളം റേഷൻ കടയിൽ കൊടുക്കാൻ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇവിടെ രക്തമഴയും പ്രളയമൊക്കെ ഉണ്ടായാൽ വെള്ളം കലക്കലായി പോകും, ഒന്നും കിട്ടത്തില്ല. നെയ്യാറ്റിൻകര അമീബ മസ്തിഷ്ക ജ്വരം വന്നപ്പോൾ കിണറും തോടും അടച്ചു. കളക്ടർ പറഞ്ഞു ചൂടാക്കി കൊടുക്കാൻ. നെയ്യാറ്റിൻകര അനാഥ മന്ദിരത്തിൽ ഒരു വിഷയം വന്നപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ വെള്ളം കിട്ടാതിരിക്കുന്ന ഒരു കാലം. ഇന്ന് രാത്രി ഞാൻ പച്ചയ്ക്ക് പറയാം, ഇന്ന് 4 കിലോ പച്ചരി, 3 കിലോ കുത്തരി, 5 രൂപയുടെ പഞ്ചസാര, അത് കഴിഞ്ഞിട്ട് ഗോതമ്പ് 10 കിലോ കിട്ടുന്നത് പോലെ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കൈവച്ച് കുപ്പിവെള്ളം മേടിക്കും കരമുയർത്തുന്നവർക്കായി. അതിൻ്റെ തുടക്കമാ റേഷൻ കടയ്ക്കകത്ത്. ഇതാ ഞങ്ങളുടെ ബൈബിൾ. ഇന്ന് രാത്രി GR അനിൽ സാർ കേരളത്തിലെ ജയിലുകാർ 10 രൂപയ്ക്ക് വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബൈബിൾ എഴുതി, വെള്ളം അളവ് പ്രകാരം കരമുയർത്തുന്നവർക്കായി. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാൽ. ഇന്ന് രാത്രി പണ്ടാരക്കോണമേ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ. നാഴിക വന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അടുത്തതാ ഏറ്റവും വലിയ വിഷയം. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. അടുത്ത വാക്ക് മോള് വായിച്ചാട്ട്. വെള്ളം അളവ് പ്രകാരം വായിക്കാം. ഒരു ഓഹരി നീ കുടിക്കണം. ഒരു കുഞ്ഞിന് 2 കിലോ അരി ഇന്ന് BPL APL അല്ലെ ഒരു കുടുംബത്തിന് 20 കിലോ അരി കിട്ടുന്നത് പോലെ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഒരു കുടുംബത്തിന് 6 കുപ്പി വെള്ളം കിട്ടുന്ന കാലം വരാറായി. റേഷൻ കടയിൽ കിട്ടും കൈവച്ച് വെള്ളം. പുറത്ത് വെള്ളം കൊടുക്കത്തില്ല. അന്ത്യകാലത്തിലേക്ക് ഫിൽട്രേറ്റ് ചെയ്ത വെള്ളം കിട്ടും. അടുത്ത വാക്ക് വായിക്കാം. നേരത്തോട് നേരം. അതുകൊണ്ടല്ലേ ഫാത്തിമ സ്കൂളിൽ എഴുതിയിരിക്കുന്ന വെള്ളം അമൂല്യമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് മുമ്പ് പൈപ്പ് ടാപ്പിൽ എഴുതിയിട്ടുണ്ട്, യേശു വരാൻ കാലമായ നല്ല വെള്ളം അമൂല്യമാണ്, ജലം സംരക്ഷിക്കുക. ഇതെല്ലാം ഇവിടുത്തെ ശാസ്ത്രലോകത്തിന് അറിയാം. അന്ത്യകാലം വെള്ളത്തിന് വേണ്ടി അടിവരുന്ന ഒരു കാലം. അടുത്ത വാക്ക് വായിച്ചാട്ട് മക്കളെ. നീ അത് യവദോശ പോലെ തിന്നണം. 40 ദിവസം കഴിഞ്ഞ് അപ്പച്ചന് കിട്ട്. റേഷൻ കടയിൽ നാട്യമാവും ചപ്പാത്തിയും കൈവച്ച് കിട്ടുന്ന ഒരു കാലം വരും. 1 പണത്തിന് ഒരിടങ്ങടി ഗോതമ്പ്, 1 പണത്തിന് ഒരിടങ്ങടിയവ. അടുത്തത് അവർ കാണുക നീ മനുഷ്യമലമായ കാഷ്ടം കത്തിച്ച് അത് ചുടയണം. വെള്ളാളവ് പ്രകാരം 2 പോയിന്റ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇന്ന് ദൈവം വെച്ച ചൂടത്ര 17 ഡിഗ്രിയാ. 2 വർഷം മുമ്പ് പണ്ടാരക്കോണത്ത് മഴ പെയ്ത് തീർന്നതേ ഉള്ളൂ. പെരുമഴ. ഞങ്ങളെല്ലാം ബ്ലാങ്കറ്റിൽ കിടന്ന ഇന്നലെ നിന്ന് അടിക്കുന്ന കടും ചൂട് 32 ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ സ്വോത്രം. രാത്രി വ്യാഴ്ചത്ത് തണുപ്പാന്ന് പാനടിച്ചിട്ട് സ്റ്റേജ് നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, വെള്ളം കിട്ടാതിരുന്നാൽ ഇതാ ശരീരത്തിൽ വരാൻ പോകുന്ന സ്കിൻ ഇൻഫെക്ഷൻ. ശരീരത്തിനകത്ത്, തൊലിക്കകത്ത്, നിങ്ങളുടെ സ്കിന്നിനകത്ത് കുമിള വരും. കുമിള വന്നിട്ട് ചൂട് കൊണ്ട് ആ കുമിള അങ്ങ് പൊട്ടു, അതിവേദന വരും. അതാ ബൈബിൾ. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും കരമുയർത്തുന്നവർക്കായി.
മരണം അവരെ വിട്ടോടിപ്പോകും. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോ? സ്വോത്രം. അതുകൊണ്ടാ പണ്ടത്തെ അപ്പച്ചന്മാർ പറഞ്ഞ വാതിലടയാറായി ബോട്ടിൻ്റെ ടിക്കറ്റ് മേടിച്ചോളാം. സ്വോത്രം. സ്കിൻ ഇൻഫെക്ഷൻ, ഇവിടുത്തെ ഡെർമറ്റോളജി ക്ലിനിക്കിൽ ചെന്നിട്ട് അവരോട് ചോദിക്കണം വെള്ളം കിട്ടാതിരുന്ന തൊലിക്ക് എന്ത് പറ്റുമെന്ന്. സ്വോത്രം. അന്നേരം ആ കുരുപ്പ് വരും, തൊലി പൊട്ടും, ഇങ്ങനെ തൊലി കുരുങ്ങും, അതിവേദനയായതൊക്കെ സംഭവം. അക്കാലത്ത് മനുഷ്യൻ ഇന്ന് രാത്രി അന്ന് ആട്ടിയ മാവും കവർ ചപ്പാത്തി റേഷൻ കടയിൽ നിന്ന് കിട്ടിയാൽ നോഗയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ കേട്ടോ 40 രാവും 40 പകലും മഴ പെയ്താൽ ഇവിടുന്നൊരു ഇലയും കാണത്തില്ല, വിറകും കാണത്തില്ല, എല്ലാം ചതലരിച്ചു പോവും. അതോടൊപ്പം തന്നെ ഗ്യാസോ പെട്രോളോ കിട്ടൂ. മാനസാന്തരപ്പെട്ടാട്ട് സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചു. ഷേഖിൻ്റെ വീട്ടിലല്ല ആദ്യം ബോംബിട്ടത് എണ്ണക്കിണറിൽ. 2 ഇന്നലെ ഇന്ന് നിങ്ങൾ കാണുന്നു യമനിനകത്ത് ഇസ്രായേൽ ആദ്യം ആരംഭിച്ചത് എവിടാണെന്നറിയാവൂ? ഭരണാധികാരിയുടെ തലയ്ക്കല്ല, യമനിലെ ഹുദൈബ തുറമുഖങ്ങളെ കത്തിച്ചത് എണ്ണക്കിണർ. ഇനി ഒരു 3-4 ലോക മഹായുദ്ധമുണ്ടായാൽ, ആറ്റങ്ങൾ പൊട്ടിയാൽ എണ്ണക്കിണറിൽ നിന്ന് എണ്ണ കിട്ടത്തില്ല, ഗ്യാസ് കിട്ടത്തില്ല, പെട്രോൾ കിട്ടത്തില്ല, മണ്ണെണ്ണ കിട്ടത്തില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം 40 ദിവസം മോൻതായും കോൻതായും ഒക്കെ ചുഴലിക്കാറ്റടിച്ചു, പെരുമഴയും പെയ്തിറങ്ങിയാൽ ഇവിടുത്തെ റബ്ബറിൻ്റെ ലേമ്പൂ തെങ്ങിൻ്റെ മണ്ടകളും എല്ലാം വീഴും. ഒരു തുള്ളി വിറക് കിട്ടത്തില്ല അമ്മാമേ. എന്നാൽ ആട്ടിയ മാവും കവർ ചപ്പാത്തി ഇവിടെ റേഷൻ കടയിൽ കിട്ടും, കുപ്പിവെള്ളവും കിട്ടും. എങ്ങനെ ഉപയോഗിക്കും? അതാ കുഞ്ഞ് വായിച്ചത്. മനുഷ്യൻ്റെ മലം വെയിലത്തിട്ടുണക്ക്, അതിൻ്റെ മേൽ ചീനിച്ചട്ടി വെച്ച് ദോശ ചുട്ട് തിന്നുന്നൊരു കാലം ഇവിടെ വരാറായി. ഇന്ന് രാത്രി വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണോ? കരമുയർത്തുന്നവർക്ക്. അതുകൊണ്ട് ഫിലാദെൽഫിയ സഭയോട് പറഞ്ഞ് സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്ക്. ഇന്ന് രാത്രി ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ഇവിടെ പലരും കുവൈറ്റിൽ പോയവരാണ്, ഞാൻ പോയില്ല. കുവൈറ്റിലെ പണക്കാരായിരുന്നു ഭയങ്കര അറബികൾ. അവന്മാർ വഴിയെ പോകുന്നവൻ്റെ തലയിൽ കുപ്പിയെടുത്തെറിഞ്ഞതാ. സദാം ഹുസൈൻ കയറി 4-ാം ദിവസം ഒരു ബ്രെഡിനും ഒരു പാലിനും വേണ്ടി മരുഭൂമി ക്യൂ നിന്ന് കുവൈറ്റിലെ അറബികൾ. മൊബൈലിൽ കിടപ്പുണ്ട്. മാമേ ശരിയായോ? കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരാറായി. കുവൈറ്റിൽ സംഭവിച്ചതുപോലെ സംഭവിക്കാൻ കാലമായി. അതിനു മുമ്പ് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്നവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ആരെ ചേർക്കാൻ ഇന്ന് രാത്രി? പണ്ടാരക്കോണത്ത് 2 കുഞ്ഞുങ്ങൾ. ഒരിക്കൽ പറഞ്ഞ, എന്നാലും ഒന്നുകൂടെ പറയാം, ചെവി കേൾക്കട്ടെ. ജോഷ്മോനും ജോപ്പനും 2 പേർക്കും തൃശ്ശൂർ പോകണം. 8:30 പണ്ടാരക്കോണത്ത് ഇറങ്ങി, 9:30 തമ്പാനൂർ ഇറങ്ങി. അവിടെ ചെന്ന് റെയിൽവേ ടിക്കറ്റ് ചോദിച്ചു. അവർ പറഞ്ഞ് ടിക്കറ്റില്ല. എന്നാലും ജോസ് 10 രൂപയുടെ പ്ലാറ്റ്ഫോം എടുത്ത് ജോമോൻ ചെന്നിട്ട് തത്കാൽ കൗണ്ടർ, തമ്പാനൂർ ആദ്യത്തെ കൗണ്ടറിൽ ചെന്നിട്ട് പറഞ്ഞു, സാറ് തത്കാൽ. അപ്പം പറഞ്ഞു ഒരു ഫോറം എഴുതാൻ നോക്കട്ടെ, ജയന്തി വരാറായെന്ന്. എന്തായാലും ജോമോന് ഭാഗ്യം ഉണ്ടായിരുന്നു. 190 രൂപ മേടിച്ച് SLR S3 സീറ്റ് നമ്പർ 22 മറ്റേ പ്ലാറ്റ്ഫോമും എടുത്ത് 2 പേരും അവിടെ തമിഴിൻ്റെ ആര്യാസിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ്. യാത്രിयों ശ്രദ്ധ ध्यान के लिए कन्याकुमारी कोच्चि मुंबई तक जाने वाला जयंती जनता 1 नंबर प्लाറ്റ്ഫോം में थोड़ी सी देर बाद आएगा. ആരും റെയിൽവേ സ്റ്റേഷനിൽ പോയില്ല, നിങ്ങൾക്ക് അറിയത്തുമില്ല. യാത്രക്കാരുടെ വിനീതമായ ശ്രദ്ധയ്ക്ക് കന്യാകുമാരിയിൽ നിന്ന് കൊച്ചി വഴി മുംബൈ വരെ പോകുന്ന ജയന്തി ജനത 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ചില സമയങ്ങൾക്കകം എത്തിച്ചേരും. ആ സമയത്ത് 2 പേരും 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. നമ്മുടെ ജോമോൻ S3യുടെ ടിക്കറ്റ് ഇരിക്കുന്നു. തത്കാൽ മറ്റവൻ്റെ പ്ലാറ്റ്ഫോം. ഗതികെട്ട കാലത്തിന് S3 നിന്നപ്പോൾ 2 പേരും ഒരേ പ്ലാറ്റ്ഫോമിൽ. ആ TTR റോഡ് ഉണ്ടായിരുന്നു. ജോമോൻ കയറാൻ നേരം ചോദിച്ചു, ടിക്കറ്റ് എവിടെ? പ്ലാറ്റ്ഫോം ടിക്കറ്റ് കാണിച്ചു. ഉടനെ പറഞ്ഞു, ബേട്ടാ ചായ പീനേക്കാ ടിക്കറ്റ്, ഇവിടെ നിന്ന് ചായ കുടിക്കാനുള്ള ടിക്കറ്റാണ്, പ്ലാറ്റ്ഫോം പൊക്കോളാൻ പറഞ്ഞു. സ്വോത്രം കയറാൻ പറ്റിയാലെന്ന്. ഉടനെ ജോമോൻ വന്നു. അവൻ്റെ തത്കാലം എഴുതിയ ടിക്കറ്റായിരുന്നു. സീറ്റ് ഉദറേ ജാവോ ബൈട്ടോ. എത്ര 12 കൺവെൻഷനായി. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ തമിഴൻ്റെ കടയിൽ നിന്ന് അണ്ണാച്ചി കടയിൽ നിന്ന് ടീയേ സാപ്പിടത്. എന്നാൽ ഇന്ന് രാത്രി റിസർവേഷൻ ടിക്കറ്റ് എടുത്താൽ നിനക്കൊരു പ്രത്യാശയുണ്ട്. എൻ്റെ ട്രെയിൻ വരാറായി, അതിനകത്തൊരു സീറ്റുണ്ട്. ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവൻ പത്രം വായിക്കുമ്പോൾ, ഇന്നത്തെ സംഭവങ്ങൾ കാണുമ്പോൾ നാഥൻ്റെ വരവെടുത്തുപോയി. അവനൊരു സീറ്റുണ്ട്. ഇന്ന് രാത്രി അവസാന ഭാഗത്തിലേക്ക് സ്വോത്രം.
ആരോടെ മുടിയൻപുത്രൻ്റെ കാര്യം, ആ ധൂർത്തുപുത്രൻ്റെ കാര്യം ആരോ പാടിയപ്പോഴോ പറഞ്ഞപ്പോഴും അപ്പോഴേ കുറേ നാളായിട്ട് ഞാനും മറന്നിരുന്നു. ആ പെൻ ഡ്രൈവ് ഒത്തിരി സ്ലോ ആയിരുന്നു. സ്വോത്രം. അത് കേട്ടപ്പോഴെൻ്റെ പെൻ ഡ്രൈവ് ഓണായി. പിന്നെ പുതിയ നിയമത്തിൽ കർത്താവ് നല്ലൊരു ഉപമ പറഞ്ഞു. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിന് ഞങ്ങളുടെ പെന്തിക്കോസിലെ ഭാഷമാരെല്ലാം പറഞ്ഞു മുടിയൻപുത്രനാണെന്ന്. മുടിയനെന്നൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല, അവൻ ധൂർത്തുപുത്രനാണെന്ന്. ഇച്ചിരി ചിലവാളിയായിരുന്നു. സ്വോത്രം. പടിക്കാൻ പരശുവക്കലായിരുന്നു അവൻ്റെ വീട്. എല്ലാവരും കേട്ടാട്ട്. പരശുവക്കലെ തോമാച്ചാനും കുഞ്ഞമ്മാമൻ 2 മക്കളായിരുന്നു. മൂത്തവൻ കുഞ്ഞുമോനും മറ്റവൻ ധൂർത്തുപുത്രൻ. അങ്ങനെ ഇരിക്കട്ടെ. അവനിവിടെ പരശുവക്കക്കാരുമായിട്ട് ആർക്കാർ കമ്പനി ഇല്ലായിരുന്നു. അവന് ഈ മാർത്താണ്ഡം കഴിഞ്ഞ് നമ്മുടെ തടിക്കാർ പോണ ശ്രായംകുടിക്കാരുമായിട്ടായിരുന്നു കമ്പനി. സന്തോഷമില്ലല്ലോ. അപ്പോൾ അവിടെയുള്ള തമിഴ് മക്കൾ പറഞ്ഞ്, കുഞ്ഞുമോനെ അവിടെ കളഞ്ഞിട്ട് കൊച്ചുമോൻ ഇങ്ങ പോരെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് തുട്ടുമുണ്ട്, പലിശയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബിയറും ഒക്കെ അടിക്കാം. ഇവിടെ നമ്മുടെ തോമാച്ചാൻ്റെ അടുത്ത് അവൻ പറഞ്ഞു, പപ്പാ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം ദീർഘകാലമായി ഇറച്ചിപ്പാലം സായംകുടി തടിക്കാർ പോകണം. അതെന്താ വെച്ചാൽ അവൻ ഇറച്ചിപ്പാലത്ത് സൺ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കാൻ പോയപ്പോഴേ കമ്പനി ആയത്. എഡ്വിൻ ബാസ്റ്റർക്ക് ബാക്കി പിടി കിട്ടി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവർ പറഞ്ഞിനെ കേരളത്തിൽ നിൽക്കക്കൂടാതെ എങ്ക പോര്. അപ്പോഴേ തോമാച്ചാനും അമ്മാമ്മയോടെ പറഞ്ഞ് നീ അവിടെ പോകരുത്, നിൻ്റെ കാശെല്ലാം റെഡിയാക്കും, മിണ്ടരുത്. അവൻ പറഞ്ഞു, പപ്പ ഞാൻ കൊടികുത്തു വന്നു. പിന്നെ കൊടികുത്തുന്നതിൽ നല്ല ഉള്ളത് കൊടുക്കുന്നില്ല. സ്വോത്രം. അവൻ എന്തായാലും പരശുവൊക്കെ ഉള്ളതെല്ലാം വാങ്ങിച്ച് നേരെ എവിടെ പോയെന്നറിയാമോ? തടിക്കാർ കോണം ചെന്നപ്പോൾ അവരവരോട് പറഞ്ഞു, ഇവിടെ വട്ടിക്കും കൊടു, നല്ല കാര്യം ഇതാണ്. ഇവൻ പലിശയ്ക്കും കൊടുത്ത് തൊട്ടടുത്ത് നല്ലൊരു ബാറും ഉണ്ടായിരുന്നു, സായംകുടി. ബാറിൻ്റെ പേര് സിയോൻ ബാർ. സന്തോഷമില്ലല്ലോ. ഇന്ന് ക്രിസ്ത്യാനിയുടെ ബാറിൻ്റെ പേര് സിയോൻ ബാർ. അവനെ എല്ലാം കർത്താവ് ശരിയാക്കും. സ്വോത്രം. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, നാളെ കാവാലം ബാക്കി പറയും. സ്വോത്രം. അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാത്ത. സ്വോത്രം. ബാക്കി പറഞ്ഞോളൂ. സ്വോത്രം. അങ്ങനെയെങ്കിൽ സിയോൻ ബാർ. സ്വോത്രം. അവിടെ പണ്ട് പാടി സിയോനിലേക്ക് പരിപാടി ഉണ്ടെന്ന്. സന്തോഷമില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഗോവയിൽ നിന്നൊരു വൈനിറങ്ങി, ജീസസ്. അന്നേരം ആരണ്ട് പറയാം പരിശുദ്ധാത്മ ശക്തി ഉണ്ടെന്ന്. സ്വോത്രം. അതും കുടിക്കുവന്മാർ. സ്വോത്രം. മറ്റു മതക്കാരെ കുറ്റം പറയത്തില്ല, ആദ്യം ക്രിസ്ത്യാനി മാനസാന്തരപ്പെട്ടോണം. സ്വോത്രം. ഇന്ന് രാത്രി അവിടെ ചെന്നവൻ പലിശയ്ക്കൊക്കെ കൊടുത്തപ്പോൾ കോവിഡ് വന്ന് കഷ്ടകാലത്തിന് അവൻ്റെ പലിശയും പോയി, കാര്യവും പോയി, കൂട്ടുകാരും വിട്ടുപോയി. അപ്പോൾ അവന് നാട്ടിലോട്ട് വരാനും വയ്യ. ആ സമയത്ത് അവിടെ കൂട്ടുകാരവൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ്, തോമാച്ചായ നിന്നെ വീട്ടിൽ കയറ്റത്തില്ല. അതിന്ന് പറഞ്ഞപ്പോഴാണ് ഒന്നുകൂടെ കത്തിയത്. സ്വോത്രം. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എന്തോ ചെയ്യും? അപ്പോൾ തടിക്കാർ കോണത്ത് ചെന്നൈയിൽ നിന്നൊരു പാമ്പ് നടത്തുന്ന ഒരു തമിഴ് അയ്യ വന്നിട്ടുണ്ട്. അവൻ കഴിഞ്ഞ ദിവസം ഇവിടെ ആര്യാസി ഇരുന്ന് പറഞ്ഞ് നല്ലൊരു 3-4 വാലിബര വേണം പന്നിയെ നോക്കാനായിട്ട്. അപ്പോൾ കൊച്ചുവനും വിചാരിച്ച് അപ്പൻ്റെ അന്യഭാഷ കേൾക്കുന്നതിൽ നല്ലതുപോലെ പന്നിയുടെ കൂടെ കിടക്കുന്നതാണ്. സ്വോത്രം. അവനെ എല്ലാവരും കൂടെ എവിടെ കൊണ്ടുപോയെന്നറിയാമോ? തടിക്കാർ പോണത്ത് അകത്തോട്ട് പോകുന്ന വഴി തക്കല റൂട്ടിലായിരുന്നു പാമ്പ്. അവിടെ കൊണ്ടുപോയി. ഇവ ഇടയ്ക്കിടയ്ക്ക് ബിയറൊക്കെ അടിച്ചുകൊണ്ട് നല്ല വെളുപ്പമായിരുന്നു. പന്നിക്കും ഇഷ്ടപ്പെട്ടു, അയ്യായിക്കും ഇഷ്ടപ്പെട്ടു. മനസ്സിലാകുന്നവർക്കായി വൈറ്റ് കളറായിരുന്നു. സ്വോത്രം. അവനെ അവിടെ കൊണ്ടാക്കി അവനവിടെ പന്നിക്കും ഇഷ്ടപ്പെട്ട്. ആദ്യമൊക്കെ അയ്യ കൃത്യം ചാപ്പാട് കൊടുത്തുകൊണ്ടിരുന്നു. ഒറ്റയ്ക്കേ ഉള്ളൂ, 10-50 പന്നികളെ മേയ്ക്കണം. അപ്പോൾ അയ്യായിക്ക് പിടികിട്ടി. ഇവിടെ കിടക്കും. അയ്യ ആദ്യം ഒരു കാര്യം ചെയ്തു. അതുകൊണ്ട് നല്ല താബൂക്ക് വെച്ച് നല്ല ബൗണ്ടറി കെട്ടി ഗേറ്റും വലുതാക്കി. മറ്റേ 2 നാൾക്കളി വന്ന് പന്നിയെ പിടിക്കുമായിരുന്നു. ഇപ്പോൾ ആഴ്ച ഒരു ദിവസമേ വരൂ, ചില സാധനം കൊണ്ടുവരും. അപ്പോൾ അയ്യായോട് പറഞ്ഞ് എന്തെല്ലാം കാര്യം പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എനിക്കിപ്പോൾ നല്ല ചാപ്പാടൊന്നുമില്ല. അപ്പോൾ അയ്യ പറഞ്ഞു, മിണ്ടക്കൂടാതെ ഇങ്ങ പുളിയരി ഓക്കെ കാലിത്തീറ്റ ഇതെല്ലാം തിന്നോണമെന്ന്. മനസ്സിലാകുന്നവർക്കായി. അപ്പൻ്റെ വീട് വിട്ടുപോകുന്ന എല്ലാ കൊച്ചുവന്മാരും ഇതാ തിന്നാൻ പോകുന്ന. സ്വോത്രം. ഇന്ന് രാത്രി നീ മടങ്ങി വന്നോണം. സ്വോത്രം. ഇതാ സൂചിയുടെ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ തമിഴ്നാട്ടിൽ ഉണ്മயான ஒரு செய்தியை கொடுக்குது. இந்த நாள்களில் உலகத்தின் முடிவும் கடைசிக்கால செய்திகள். டிபிஎங்காரன் நல்ல பைபிள் கிளாஸ். രാജ്യത്തോട് നിൽക്കുന്നു, ജാതിയോട് ഇരിക്കുന്നു. അയ്യോ നീ എങ്ക പോകുന്നത്? ഇടയ്ക്ക് ഒരു പാട്ടൂടെ, മനിതനെ നീ എങ്ക പോകുന്നത്? അപ്പോൾ യവന് ഈ പരിശോധനകളൊക്കെ പ്രശ്നം കേട്ട യവനും വിചാരിച്ചു ലോകം തീരാറായി. അപ്പോൾ അയ്യ അവൻ 2 നാളെടുക്കും. ആകെ അവൻ്റെ ഒരു ഉടുപ്പും മുണ്ടുവേ ഉള്ളൂ. ഇടയ്ക്ക് അവൻ കഴുകിയിടും. പന്നിയുടെ മൂത്രവും ചാണവും ഒക്കെ അവൻ്റെ ഉടുപ്പിനകത്ത്. കേട്ടോണം. ഇതാ സൂക്ഷിച്ച പ്രസംഗം. ഈ ശബ്ദം കേട്ടപ്പോൾ അവൻ വിചാരിച്ച് ലോകം തീരാറായി. അവൻ പന്നികൾക്ക് എല്ലാത്തിനും പ്രൈസോട് കൊടുത്ത്, ഗായ്സ് ഐ ആം ഗോയിങ്. സ്വോത്രം. സന്തോഷമില്ലല്ലോ. പുതിയ പേര് ക്ഷൗരങ്ങളെന്നല്ല, ഗായ്സ്. എന്നിട്ട് ഒറ്റ ചാട്ടം മുഴിയൻ എവിടെ ചാടി? തടിക്കാർ പോണത്തുനിന്ന്. 1-ാം നാളിൽ എവിടം വരെ എത്തിയെന്നറിയാമോ? അവൻ വന്ന് മാർത്താണ്ഡ ചെക്ക് പോസ്റ്റിൻ്റെ അവിടം വരെയൊക്കെ ഒരു പരുവത്തി വന്ന്. 2-ാം നാളിൽ അവൻ നടന്ന് എവിടെ വന്നെന്നറിയാവോ? നമ്മുടെ പാറശാല കളിക്കാവിളക്കകത്ത് അയങ്കാമുറി വന്ന ആലിൻ്റെ ചവിട്ടി കിടന്നു. സന്തോഷമില്ല. നിങ്ങൾ ചൊവ്വായി ഒന്ന് വന്നുകൊണ്ട് ആ സ്ഥലമൊന്നും അറിയത്തില്ല. സ്വോത്രം. കൊല്ലത്ത് കിടന്ന് നമ്മൾ ഈ സ്ഥലങ്ങളെല്ലാം കറങ്ങുന്ന. സ്വോത്രം. അയങ്കാമുറി കിടക്കുന്ന. അപ്പം
മൂന്നാം ദിവസം രാവിലെ ആയപ്പോൾ പാറശാലയിലെ 2 പേര് അയങ്കാമുറി ആലിൻ്റെ അവിടെ നിർത്തിയപ്പം താണ്ട് അവറാച്ചാൻ്റെ കൊച്ചുമോൻ അവിടെ കിടക്കുന്നു. മോനെ നിനക്കിതി ഗതി വന്നല്ലോ. അവൻ പറഞ്ഞ് 2 നാളായിട്ട് ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല, 2 ചായ 2 പരിപ്പ് വട. 5:30 ആയപ്പോൾ അവൻ ഒറ്റ നാടത്തെ അയങ്കാമുറിയിൽ നിന്ന് ചായയുടെ ബലത്തിലായപ്പം 6:50 ആയപ്പോൾ പാറശാലയിൽ നിന്ന് ക്രോസ് ചെയ്ത് ആടാപാടായവൻ എവിടെ വന്ന് നമ്മുടെ പരശുവൊക്കെ വന്ന് അമ്മാമ്മ അടുക്കള ചായ ഇടുന്ന്, അച്ചായ ഞങ്ങളുടെ അണക്ക് മരണവാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സിലാകുന്നവർക്കായി. അപ്പം വീട്ടിൽ ഇപ്പോൾ CC ക്യാമറയല്ലോ. അമ്മാമ്മ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ പവർ വിഷയം മാറുന്നു, കൊച്ചുമോൻ ദാ ഇങ്ങനെ വരുന്നു. സ്വോത്രം. അമ്മാമ്മ എന്ന് അച്ചായൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ അച്ചായ. ആ കൊച്ചുമോൻ ദാ പിന്നെയും വരുന്നു. വീട് വിട്ടു പോയോ, വണ്ടി എടുത്താട്ടെ, നമുക്ക് കടിക്കൂട്ടത്ത് ലൂല് വരുന്നു, പോയിട്ട് വരാൻ ഗേറ്റടയ്ക്കാം. സ്വോത്രം. ഇതാ പാറശാലയിലെ പരശുവക്കലെ അച്ചായെന്നും അമ്മാമ്മയും പറയുന്നു. സ്വോത്രം. എന്നാൽ CC ക്യാമറയിൽ കൂടെ കൊച്ചുമോൻ വരുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ അപ്പൻ വാതിലുകളെ തുറന്നു കൊടുത്തു. സുവിശേഷ പ്രസംഗം ഇതാ ഇവിടുത്തെ പ്രസംഗം. ഇന്ന് രാത്രി പച്ചാമ്മച്ചി മുടിയമ്പുത്രം വന്നു, ഇതാ അവനെ നിത്യതയിലെത്തിച്ചത്. അപ്പോ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. അതിൻ്റെ പേരാ മാനസാന്തരം. അവൻ വണ്ടി മാറിക്കയറി. ഇന്ന് രാത്രി പ്രഭാഷണം അവസാനിപ്പിക്കാൻ പോകുന്നു. അവൻ വന്നു. അപ്പൻ അവനോട് പറഞ്ഞു, മോനെ നീ പോയ നാൾ മുതൽ ഞാൻ കരയായിരുന്നു. നിനക്ക് വേണ്ടി തട്ടാൻ തങ്കപ്പനെ കൊണ്ടൊരു വസ്ത്രത്തെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കാലയും ധരിപ്പിക്കാൻ നല്ല മോതിരം ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ എവിടാ? പന്നിയുടെ കൂട്ടത്തിൽ കിടന്ന, ഉടുപ്പിനകത്ത് പന്നിയുടെ ചാണവും പന്നിയുടെ മൂത്രത്തിൻ്റെ സ്മെല്ല്. അവൻ്റെ നിറം നോക്കിയില്ല, മണം നോക്കിയില്ല, ഗുണം നോക്കിയില്ല. അവൻ എവിടെ കിടന്നെന്ന് നോക്കാതെ മടങ്ങി വന്നവന് മാറോട് ചേർത്തു. ഇന്ന് രാത്രി ആ അപ്പച്ചനെ ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരെത്രേ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. എന്താ പറഞ്ഞേ? അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ വസ്ത്രം മാറ്റണം, നീ പുതിയ മുറിയിലേക്ക് പോകാൻ പോവാ. ഒന്നാമത്തെ യാദം ഏദനകത്തെ രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കലത്തെ യാദം നമുക്ക് വേണ്ടി കാൽവറിയിൽ തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി മടങ്ങി വന്നവൻ്റെ മണമുള്ള വസ്ത്രത്തെ മാറ്റി രക്ഷയുടെ വസ്ത്രത്തെ കൊടുത്തു. അവനെ മണിയറയ്ക്കകത്ത് കൊണ്ടുപോയതുപോലെ ഇന്ന് രാത്രി മടങ്ങി വന്ന് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് അപ്പാ നിന്നോട് ഞാൻ സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറഞ്ഞു ഒരു തീരുമാനമെടുക്കുമെങ്കിൽ ഇന്ന് രാത്രി നീ പുറംപറമ്പിലല്ല, നിന്നെ മണിയറയ്ക്കകത്ത് കയറ്റുവാൻ എന്റെ കാന്തൻ വരാറായി. കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തന്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. രാത്രി ഇതാ ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം. റോഡിനകത്തോ വീതിക്കകത്തോ തെരുക്കോണിനകത്തോ താങ്കൾ ഒരു മദ്യപാനിയായിരിക്കും, കുടുംബജീവിതം തകർന്ന വ്യക്തിയായിരിക്കും. ആരോടും പറയണ്ട, കാൽവറിയിലേക്ക് നോക്കി എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കുഞ്ഞാടറുക്കപ്പെട്ടു. ഇന്ന് രാത്രി ആ വാതിലുകളൊന്ന് തുറന്നു തരുവാൻ ആരെങ്കിലും കരമുയർത്തുന്നുവെങ്കിൽ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. രാത്രി എൻ്റെ കാന്തൻ വരാറായി. അവസാന ഭാഗം വായിക്കാമുള്ള യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഇത് കണ്ടിട്ടാ യേശു പറഞ്ഞു. വായിക്കാം യോഹന്നാൻ 9:4. വായിച്ചോട്ടെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. കരമുയർത്താ. കാന്തൻ വരാറായി. ഒരു വ്യക്തിയോടെങ്കിലും ഈ വർഷം സുവിശേഷം പറയാം. നിങ്ങൾക്കാർക്കെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ യോഗത്തിന്റെ അവസാനം മുൻപോട്ട് വന്നാൽ ഇന്ന് രാത്രി നിങ്ങളാരും പാസ്റ്റർ ആകണ്ട, സ്വോത്രം സുവിശേഷകനാകണ്ട. മാമേ അച്ചായ 2 മാസം നമ്മുടെ മുൻപിലുണ്ട്, 59 ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ഇന്ന് രാത്രി കരമുയർത്തി പറഞ്ഞു, ഒരു കോശം പറയണ്ട, എന്നെ നടത്തിയ എൻ്റെ യേശു. കരമുയർത്തുന്നവർക്കായി ഇതാകുന്നു നമ്മുടെ സുവിശേഷം. എൻ്റെ കുടുംബത്തെ രക്ഷിച്ച എൻ്റെ യേശു അപ്പച്ചന, എൻ്റെ കുഞ്ഞുങ്ങളെ വഴി നടത്തിയ യേശുവാ. അതാ പറഞ്ഞ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്ത്. ഇതെല്ലാം കണ്ടിട്ട് യേശു ഒരു വാക്ക് പറഞ്ഞു. വായിക്കാമോളെ. കരമുയർത്തുന്നവർക്കായി ഇവിടെ ആറ്റം പൊട്ടും, ആഹാരം കിട്ടത്തില്ല, മനുഷ്യന്റെ ശരീരം പൊട്ടും. അങ്ങനെങ്കിൽ രക്തപുണ്ണുകൾ വരും. അക്കാലത്ത് മനുഷ്യൻ മരിക്കാൻ കൊതിക്കുന്ന ഒരു കാലം. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ രാത്രി എൻ്റെ മുൻപിൽ വെളിപ്പെടുന്നതിന് മുമ്പ് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ പ്രിയന്റെ വരവിലെടുക്കപ്പെടും. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു, പണ്ടാരക്കോണം നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.
ബാക്കി ഭാഗങ്ങൾ മലഞ്ചുറ്റിൽ ഒറ്റക്കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. സമയം മുൻപിൽ പരിസമാപ്തിയില്ലെങ്കിലും കഴിഞ്ഞ ദിവസം പലപ്പള്ളിയിലും ഞാൻ ആ സാക്ഷ്യം പറഞ്ഞു. കേട്ടാട്ടെ, എന്താ അതിൻ്റെ സാക്ഷ്യം? ചാത്തന്നൂരിലുള്ള ഷാജി തോമസ് അച്ഛൻ, കേൾക്കാത്തവർക്ക് വേണ്ടി കേട്ടവർ പലരും കാണും, കുവൈറ്റിൽ പോയി. അദ്ദേഹം ഒരു 4 ദിവസത്തെ കൺവെൻഷനാണ് കുവൈറ്റ് മർത്തോം പള്ളിയിൽ പോയത്. എല്ലാവരും കേട്ടാട്ടെ, വ്യാഴം, വെള്ളി, ശനി, ഞായർ പള്ളിയോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ താമസം. ഉച്ചയ്ക്കാരെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും, ബാക്കി പള്ളിയിൽ കിട്ടും. 3 രാത്രിയും ഭക്ഷണം കഴിച്ചു. 3ാമത്തെ കൺവെൻഷൻ കഴിഞ്ഞു. രാത്രിയിൽ ഒരു പെൺകുട്ടി, ഒരു ചെറുപ്പക്കാരൻ, ഈ കുഞ്ഞുമോൻ, നമ്മുടെ മോൻ്റെ കിടക്കിരിക്കുന്ന ഒരു മോനും വന്നു. അച്ഛനോട് പറഞ്ഞു, നാളെ ഉച്ചയ്ക്ക് എവിടെങ്കിലും ഭക്ഷണം ഏറ്റിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞു, ഒരു വീട് ഏറ്റിട്ടുണ്ട്. അവർക്ക് സന്തോഷം. അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ 4:30 വന്ന് ഒരുപാട് ചായ കുടിച്ച് പ്രാർത്ഥിക്കും. അച്ഛന് സന്തോഷം. അച്ഛൻ പറഞ്ഞു, വണ്ടി കൊണ്ടുവരണം, ഞാൻ വരാം. അവർ ടാക്സി പിടിച്ചു. കാറൊന്നുമില്ല, വീട്ടിൽ കൊണ്ടുപോയി ഒരു കൊച്ചു വീട്, ഭാര്യയും ഭർത്താവും, ഒരു കുഞ്ഞു, ഒരു ചായയും പലഹാരം കൊടുത്ത് അച്ഛൻ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞു. ഈ പെൺകുട്ടിയുടെ പേര് 34 വയസ്സുള്ള സിനി, ഭർത്താവിന് 36, 4 വയസ്സുള്ള കുഞ്ഞ്. അവളൊരു CD കൊടുത്ത സഹോദരി, അതിൻ്റെ പേരാ നാദ നീ തന്ന സൗഖ്യം. അച്ഛൻ നോക്കി 10 പാട്ട് അവളുടെ പടം. അച്ഛൻ ചോദിച്ചു, എന്താ ഇതിൻ്റെ സാരം? അവൾ പറഞ്ഞു, അച്ഛാ ഇതൊരു വലിയ കഥയാണ്. 3 വർഷം പിറകിൽ എൻ്റെ നാവിനകത്ത് വലിയ അനവധി കുത്തുകൾ വന്നു. കുവൈറ്റിലെ ആശുപത്രികളെല്ലാം പറഞ്ഞു ക്യാൻസർ ക്യാൻസർ. അവർ നാട്ടിൽ പോരാൻ തീരുമാനിച്ചു. കുഞ്ഞിനെ അടുത്ത റൂമിലാക്കി സഹോദരി. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? അവർ നാട്ടിലേക്ക് വന്നു. RCCയിൽ റെക്കമെൻഡ് കൊണ്ടു. രാത്രി 12 മണിക്ക് പ്ലെയിൻ കയറി 3:30 തിരുവനന്തപുരം, 4 മണിക്ക് മെഡിക്കൽ കോളേജ് റൂം എടുത്തു. 9 മണിക്ക് RCCയിൽ ചെന്ന് മുഴുവൻ റിപ്പോർട്ടുമായി ഡോക്ടറിൻ്റെ മുമ്പിൽ ഇതെല്ലാം കാണിച്ചു. പ്ലാസ്റ്റിക് കാർഡ് ഉണ്ടാക്കി. ഡോക്ടർ പറഞ്ഞു 14 ടെസ്റ്റോളമുണ്ട്, നാളെ വരണം. എന്നിട്ട് ഡോക്ടർ അത് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു, ഒരു പോംവഴിയുള്ള നാവ് മുറിച്ചാൽ ഒരുപക്ഷെ രക്ഷപ്പെടാം. 34 വയസ്സുള്ള പെൺകുട്ടിയോട് RCCയിലെ ഡോക്ടർ പറഞ്ഞു, നാവ് മുറിച്ചാൽ രക്ഷപ്പെടാം. അവർ മിണ്ടാതെ പോയി. രാവിലെ ഫാസ്റ്റിങ്ങോടുകൂടി വരണം, MRI എടുക്കണം. എന്താ സംഭവിച്ചത്? അവൾ ലോഡ്ജിൽ ചെന്നു. മെഡിക്കൽ കോളേജിന് സമീപം കൈ കൊടുത്തു. ഭർത്താവിനോട് ചേർന്ന് കരം കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവേ, നീ അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ക്യാൻസർ വന്നത്. പക്ഷേ 2 കാര്യം നീ നടത്തി തരണം. എനിക്കൊരിക്കൽ കൂടി പള്ളി കൊയറിനകത്ത് പാടണം. 2 കുഞ്ഞുങ്ങളെ സെൻട്രൽ സ്കൂളിൽ പഠിപ്പിക്കണം. പിറ്റേന്ന് രാവിലെ പോയി സിസ്റ്ററെ ടെസ്റ്റ് എടുത്തു. ഡോക്ടർ പറഞ്ഞു 7 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. തൽക്കാലം എന്തോ മരുന്നോ വേദനയ്ക്ക് കൊടുത്തു. 7ാം ദിവസം രാവിലെ ചെന്ന് പ്ലാസ്റ്റിക് കാർഡുമായിട്ട് 2 ഡോക്ടർമാർ. കുഞ്ഞു ഡോക്ടറുടെ കയ്യിൽ പ്ലാസ്റ്റിക് കാർഡ് കൊടുത്തു. ഞെക്കുന്നു. പ്രിൻ്ററിൻ്റെ അകത്തുനിന്ന് റിപ്പോർട്ട് വരുന്നു. സ്റ്റാപ്ലർ ചെയ്തപ്പോൾ ആ ഡോക്ടറുടെ മുഖത്തൊരു സന്തോഷം. പെരിയ ഡോക്ടർ ലേഡി ഡോക്ടറിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? തൽക്കാലം നാവ് മുറിക്കേണ്ട ഒരു മിറക്കൽ നടന്നിട്ടുണ്ട്. കരമുയർത്തുന്നവർക്കായി. രോഗം മാറിയില്ല. 2 വർഷം അപ്ഡേറ്റ് ആയിട്ട് അവൾ വന്നു. RCCയിൽ പോയി വന്ന് നിന്ന് കീമോയും റേഡിയേഷൻ എടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ രോഗസൗഖ്യമായി. അവിടെ നാവ് കൊണ്ട് എഴുതിയ പാട്ട, നാദ നീ തന്ന സൗഖ്യം. കരമുയർത്തുന്നവർക്കായി. ഇന്ന് രാത്രി കുവൈറ്റിലെ സിനിക്ക് മാത്രമല്ല, കണ്ണുനീരോടെ നിലവിളിക്കുന്നവർക്ക് വിടുതൽ തരുക. ഈ രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം വിശ്വസ്ത. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുന്ന ദൈവം. നിന്റെ ക്യാൻസറിനെ മാറ്റുവാൻ, നിന്റെ ട്യൂമറിനെ മാറ്റുവാൻ, നിന്റെ ആർത്രൈറ്റിസിനെ മാറ്റുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന ദൈവത്തിന് കഴിയും. ജീസസ് ഈസ് എലൈവ്. ഒരു രാത്രി കൂടി ശബ്ദസീമയ്ക്കുള്ളിൽ കേൾക്കുന്ന സഹോദരങ്ങളെ, കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം, കുടിലായാലും മരണം. ഇന്ന് നീ കിടന്നിട്ട് നാളെ എഴുന്നേൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേട്ട് ഇതൊരു പെന്തിക്കോസിൻ്റെ പ്രസംഗമല്ല, CSIയുടെ പ്രസംഗമല്ല, മർത്തോമയുടെ പ്രസംഗമല്ല, ഒരു മതത്തിൻ്റെ പ്രസംഗമല്ല. നിന്നെ നിത്യതയിലെത്തിക്കുന്ന വചനം കേട്ടിട്ട് ഇന്ന് രാത്രി ധൂർത്തപുത്രൻ മടങ്ങി വന്ന് അപ്പനോട് പറഞ്ഞതുപോലെ, അപ്പാ, നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല, ഞാൻ പുറത്തെങ്കിലും കടന്നോളാം. അവനെ തള്ളാതെ അപ്പൻ പറഞ്ഞ്, നീ പുറംപറമ്പിൽ കിടക്കണ്ട, നിനക്ക് വേണ്ടി ഒരു മുറി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി നീ മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്ത് മരണം, കുടിലായാലും മരണം. എന്നാൽ ഞങ്ങളുടെ പ്രത്യാശ കൂടാരമാകുന്ന ഭൗമഭവനം, മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമൊരുക്കി നമ്മുടെ നാഥൻ വരാറായി. ബാക്കി മറ്റൊരിക്കൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലം ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊണ്ട് കുന്നുവിള്. ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത്. രാജീവ് ഗാന്ധി, ഇന്ദിരാജി, നെഹ്റുജി, അവരെല്ലാം, മഹാത്മജി, രാജ്ഘട്ടിൽ, കാറൽ മാർക്സും ഏംഗൽസും എല്ലാം കിടക്കുന്നു. എവിടെ? ബ്രിട്ടനിൽ.
ലെനിന് സ്റ്റാലിനും റഷ്യയിലെ കൊട്ടാരത്തിൽ ഇന്ന് രാത്രി 12ാമത് കൺവെൻഷനിൽ ഞങ്ങൾക്ക് പണ്ടാരക്കോണത്തോർ വരെ പടിഞ്ഞാറെ പലസ്തീനിലെ ചെരുവിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. ആ കല്ലറ യേശു ക്രിസ്തുവിൻ്റെ കല്ലറ. 26 ഭാഷകളിൽ അവിടെ എഴുതിയിരിക്കുന്ന അവൻ ഇവിടെയില്ല. മരിച്ചവരിൽ ആദ്യമലക്കറ്റെ അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇനി അത്ഭുത രോഗശാന്തിക്കല്ല യേശു വരുന്നത്. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ മടങ്ങി വരാറായി. വലത് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. പട്ടണം കേൾക്കട്ടെ, പട്ടണം കേൾക്കട്ടെ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു. പണ്ടാരക്കോണമേ, രാജാതി രാജാവായി അവൻ മടങ്ങി വരുന്നു. കുന്നുവിളി, എന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എല്ലാവരും എഴുന്നേറ്റാട്ടെ, കരങ്ങളെ തട്ടെ. രീക ചാനക ബൗഡ മനാദന വന്തൽ കമന, ചാനക ബൗഡ മനാദന വന്തൽ കമന, അച്ഛന വൈഡ മനന്തന. എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിയട്ടെ. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം. എല്ലാ കരങ്ങളും പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരോ, കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരൊക്കെ മശിഹായോട് വാഴുമതാം. കഷ്ടതയേറെ സഹിച്ചവരോ, കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരൊക്കെ മശിഹായോട് വാഴുമതാത്തിൽ. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. മണിമാലയവൻ ധരിക്കും ശുഭ്രവസ്ത്രവും ധരിപ്പിക്കുമെന്നോ. മണിമാലയവൻ ധരിക്കും ശുഭ്രവസ്ത്രവും കണ്ണുനീരാകെ ഒഴുകിടുമേ. 1000 വസിക്കും അവരുടെ നാട്ടിൽ എനിക്കായൊരുക്കിയ വീട്ടിൽ. കണ്ണുനീരാകെ ഒഴുകിടുമേ. 1000 വസിക്കും അവരുടെ നാട്ടിൽ എനിക്കായൊരുക്കിയ വീട്ടിൽ. മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും അവിടെ. പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും അവിടെ. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ഒരു പൂവനദേശം. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം. നല്ലൊരു പൂവനദേശം. മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാൻ. പ്രേമകാന്തനെ കാണാൻ. മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാൻ. മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാൻ. പ്രേമകാന്തനെ കാണാൻ. ഭാരങ്ങൾ മാറിപ്പോയ ശാപങ്ങൾ, സൗഖ്യമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയ ഭാരങ്ങൾ മാറിപ്പോയ ശാപങ്ങൾ, സൗഖ്യമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ.
ശക്തിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ശക്തിയോടെ ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ ഓ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ ഓ സർവശക്തനായവനെ യേശുവിൻ നാമം വിടുതലാൽ യേശുവിൻ നാമം രക്ഷയാൽ യേശുവിൻ നാമം ശക്തിയാൽ യേശുവിനെ വീണ്ടെടുത്തു ഓ യേശുവിൻ നാമം വിടുതലാൽ യേശുവിൻ നാമം രക്ഷയാൽ യേശുവിൻ നാമം ശക്തിയാൽ യേശുവിനെ വീണ്ടെടുത്തു ഓ ഹല്ലേലൂയ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ ഓ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ യേശുവിൻ രക്തം യേശുവിൻ രക്തം സൗഖ്യമാണ് യേശുവിൻ രക്തം കഴുകലാ യേശുവിനെ വീണ്ടെടുത്തു ഓ യേശുവിൻ രക്തം ശുദ്ധിയാണ് യേശുവിൻ രക്തം സൗഖ്യമാണ് യേശുവിൻ രക്തം കഴുകലാ യേശുവിനെ വീണ്ടെടുത്തു ഓ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ ഓ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ നീങ്ങിപ്പോൾ ഭാരങ്ങൾ മാറിപ്പോയ ശാപങ്ങൾ സൗഖ്യമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഓ നീങ്ങിപ്പോയ ഭാരങ്ങൾ മാറിപ്പോയ ശാപങ്ങൾ സൗഖ്യമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഓ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ വാഴ്ത്തിടും സർവശക്തനായവനെ ഓ ഹല്ലേലൂയ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ വാഴ്ത്തിടും സർവശക്തനായവനെ ഹല്ലേലൂയ പാടിടും യേശുവിനെ അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട് പുതിയ ശക്തിയോട് ഈ ഒന്നാം തീയതി ഒരു അഭിഷേകത്തിന്റെ ശക്തി, ഒരു കൃപയുടെ ശക്തി, ഒരു പരിശുദ്ധമായ ശക്തി ഇന്ന് രാത്രി കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, പഠിക്കുന്നവരിലേക്ക് വ്യാപരിക്കട്ടെ. Mighty presence of Holy Spirit യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി പട്ടണത്തിനകത്ത് വ്യാപരിക്കട്ടെ, സഭയിലേക്ക് ഇറങ്ങട്ടെ. കൃപയേ 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 ദൈവസാന്നിധ്യം ഒഴുകിയ എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴികിയ ദൈവൻ വല്ലമായി. ലോർഡ് ജീസസ്, ഒരു നിമിഷം കൂടി ആഹാബ് രാജാവിന്റെ മുൻപിൽ ഏലിയാവ് നിന്നു. ഞാൻ സേവിച്ചു നിന്നിട്ട് എൻ്റെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകരുത്. സ്വർഗം പറഞ്ഞു, നീ കെരീത്തിലേക്ക് പോകാൻ. അവൻ കെരീത്തിൽ ഇരുന്നു. ഒരു കാക്ക 80 മൈൽ ദൂരെ നിന്ന് അവൻ അപ്പോ ഇറച്ചി. ഒരു തോടുമുണ്ടായിരുന്നു. അപ്പച്ചമ്മച്ചി ചില ദിവസം കഴിഞ്ഞപ്പോൾ കാക്കയുടെ വരവ് നിന്നു. അവൻ ആരോടും മിണ്ടിയില്ല. തോട്ടിലെ വെള്ളവും പറ്റി അവൻ്റെ കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയർത്തി. നീ ആരോടും പരാതി പറയണ്ട. ഇന്ന് രാത്രി ചില ഉറവകൾ പറ്റിയെങ്കിൽ നിനക്ക് വേണ്ടി കലത്തിനകത്ത് എണ്ണ നിറയ്ക്കാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി കാക്കയുടെ വരവ് നിന്നാലും കലത്തിനകത്ത് മാവ് തരാൻ കരുത്തുറ്റവനാ ദൈവം. ഇന്ന് രാത്രിയെ കരമുയർത്തുന്നവർക്കായി ഞാൻ ഞെരുക്കത്തിലെ യഹോവയോട് നിലവിളിച്ചു. എൻ്റെ കരീത്തിനെ മാറ്റി സരാഫത്ത് ഒരുക്കുവാൻ ഏലിയാവിൻ്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം
ഈ രണ്ടാമത് രാത്രി എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചാട്ടെ. സമയം 1 മിനിറ്റ് വൈകിയെങ്കിലും സ്വർഗത്തിന്റെ ക്യാമറ, അമ്മച്ചി ആ കരം ഉയർത്തിയാട്ടെ. സ്വർഗത്തിന്റെ ക്യാമറ കാണുന്നു. ബ്രദർ ആ കരം ഉയർത്തിയാട്ടെ, നിനക്ക് വേണ്ടി പുതിയ ഉറവ തുറക്കുക. പഠിക്കുന്ന മോളെ ആ കരം ഉയർത്തിയാട്ടെ, നിനക്ക് വേണ്ടി പുതിയ വഴി തുറക്കുക. കടഭാരമുള്ള കുഞ്ഞെ നിനക്ക് വേണ്ടി കരം ഉയർത്തിയാട്ടെ. കലത്തിലെ എണ്ണ നിറയ്ക്കാൻ കരുത്തുറ്റവൻ ഏലിയാവിനോട് ചേർന്ന് പാടിയാട്ട് മോനെ ആൻ്റെ ഉയർത്തിയിടും ഞാൻ. യെസ്, ഇടും ഞാൻ. എല്ലാ കരങ്ങളും ഉയരട്ടെ. തുണയാരൂളും വൻകീരി ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഉയർത്തിയിടും ഞാൻ. എന്റെ കണ്ണുകൾ എല്ലാ കണ്ണുകളും ഉയരട്ടെ. തുണയാരൂളും വൻകീരി എൻ സഹായം, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. ഇസ്രായേലിൻ കാവൽക്കാരൻ ഒരു വരി കൂടി പാടിയാട്ടെ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. കരങ്ങൾ ഉയരട്ടെ. ഇസ്രായേലിൽ മാതാവേ പിതാവേ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. കരങ്ങൾ ഉയരട്ടെ. യഹോവയൻ പാലകൻ താനിക്കു കരങ്ങൾ ഉയർത്തി. യഹോവയൻ പാലകൻ താനിക്കു ഒരിക്കൽ കൂടി ഉയർത്തിയിടും ഞാൻ. എന്റെ കണ്ണുകൾ തുണയരുളും വൻകീരി ഉയർത്തിയിടും ഞാൻ. എന്റെ കണ്ണുകൾ തുണയരുളും വൻകീരി എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. ഈ മക്കളുടെ സഹായം, എൻ സഹായം, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ.